നമ്മളെ സ്കൂളുകളിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് അത് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നു എന്നതിനപ്പുറം അതൊരു മന്ത്രമായിട്ട് ഇങ്ങനെ പറയുകയാണോ അത് മനസ്സിൽ തട്ടി പറയുകയാണോ എന്നൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴാണ്. സമകാലികമായ സംഭവങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് കുറേ ചിന്തിക്കാനും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കുന്ന കുറേ വാർത്തകളും സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ അടുത്ത് പാലക്കാട് മിനിയാന്ന് നടന്നിട്ടുള്ളൊരു സംഭവം നമ്മൾ ശ്രോതാക്കൾ അത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അത് വലിയ വാർത്തയായ സംഭവം തന്നെയാണ്. പിന്നെ ഒരു പാവപ്പെട്ട മനുഷ്യന്, ഇപ്പോൾ മനുഷ്യന്മാർ പല രൂപത്തിലുണ്ട്. ഒന്ന്, ഈ നാട് കാണാൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവരൊരു ആസ്വാദനം എന്ന നിലക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് അവരങ്ങനെ പോകുന്നവരുണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടണം. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ശരിക്ക് വർണ്ണവിവേചനമില്ലാത്ത, അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ് ശീലിച്ചൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളുകളിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് അത് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നു എന്നതിനപ്പുറം അതൊരു മന്ത്രമായിട്ട് ഇങ്ങനെ പറയുകയാണോ അത് മനസ്സിൽ തട്ടി പറയുകയാണോ എന്നൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴാണ്. ഇപ്പോൾ ടൂറ് വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവന് ആ നാട് കാണാനുള്ള അവകാശമുണ്ട്. ജോലി തേടി വന്ന ഒരാളിന് അവനവിടെ ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കാനും, അഥവാ ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ അവൻ്റെ കുടുംബം, കുട്ടികളെയും അതുപോലെ തന്നെ കുഞ്ഞുപരിവട്ടവുമായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യന് അവനതിൻ്റെ ആ ഒരു അവരുടെ പശി അടക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നാട്ടിൽ അവൻ എവിടെയും എന്ത് ചെയ്യാം, ജോലി ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ടല്ലോ. അല്ലേ, അവിടെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇടപെട്ട് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മുടെ ഇഷ്ടവും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ നമ്മൾ അതിര് വെച്ച് പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും. അതായത് രാജ്യത്തിൻ്റെ അതിർത്തികൾ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ പേരിൽ സ്നേഹവും ഇഷ്ടവും ലിമിറ്റ് ചെയ്യുന്നിടത്ത് അവിടെയാണ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് മനുഷ്യത്വത്തിൻ്റെ ഒന്നും അവകാശമില്ല, അല്ലെങ്കിൽ അവർ തഴയപ്പെടേണ്ടവർ. പാലക്കാട് തന്നെയാണ് കുറച്ച് മുമ്പ് മധു അല്ലേ തച്ചു വന്നു, അടിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം സലാഹി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിൽ തോന്നുന്നു. അതെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഛത്തീസ്ഗഡുകാരനാണ് തോന്നുന്നു, രാമനാരായണൻ നായർ, ഒരു 31കാരൻ. അതെ. അദ്ദേഹത്തിനെ കണ്ടാൽ 31 ഒന്നും അല്ല. നമ്മൾ രണ്ടാളും തന്നെ പല സ്ഥലങ്ങളിലൂടെയും ഒന്നിച്ച് കറങ്ങിയതാണല്ലോ. ഇപ്പം നേപ്പാൾ സൈഡിലൂടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 70 വയസ്സുകാരൻ നമ്മൾ കണ്ടാൽ ഒരു 45 തോന്നുള്ളൂ. അവൻ്റെ ജീവിത ശൈലി. തൊട്ട് താഴെ കിലോമീറ്ററോളം താഴോട്ട് വന്ന് ജോഗ്ബനി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നേപ്പാളിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ അവിടെ കുറേ പേക്കോലങ്ങൾ കാണാൻ പറ്റും. ഒരു 35 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ കണ്ടാൽ ഒരു 50-60-60ൻ്റെയൊക്കെ വയസ്സിൻ്റെ അടുത്ത് തോന്നും അവരുടെ ജീവിത സാഹചര്യം. ഇപ്പം ഞാൻ 31കാരൻ എന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണത്, 31കാരനോ? കാരണം അദ്ദേഹത്തെ കണ്ടാൽ എന്തായാലും ഒരു 50ൻ്റെ പുറത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ വന്നതാണ് ഞാനത് കണ്ടത്. 31 പറയുമ്പോൾ എനിക്കറിയില്ല, നമ്മൾ നേരിട്ടറിയാം. പക്ഷേ 31 എന്ന് വാർത്തയിലുണ്ടെങ്കിൽ ആധികാരികമായിരിക്കുമല്ലോ. പക്ഷേ 31കാരൻ്റെ രൂപമല്ല അദ്ദേഹത്തിനുള്ളത്. കാരണം അത് അവരുടെ ജീവിത ശൈലിയിൽ ഉണ്ടായ പ്രയാസങ്ങളോ പ്രശ്നങ്ങളും ടെൻഷനുകളോ ഒക്കെയാണത്. അപ്പോൾ അവിടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരു ജോലി അന്വേഷിച്ച് വന്നൊരു പാവപ്പെട്ടവൻ്റെ മയ്യത്താണ് നാട്ടിലേക്ക് പോവുക. അടിച്ചു കൊന്നതാണ്. അത് ഞാൻ അവിടെ ചോദിക്കേണ്ടത്, തും ബംഗ്ലാദേശി ഹേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും അവനോട് സംസാരിക്കാൻ പോലും അറിയണില്ല. അവരുടെ ഭാഷയൊക്കെ ചറപറ ഭാഷയാണ്. ആയിക്കോട്ടെ, എങ്കിലും ഒരുത്തനെങ്കിലും 10-15 ആളുകൾ കൂടി ചേർന്നൊരു പാവത്തിനെ ആക്രമിക്കുക എന്തിൻ്റെ പേരിലറിയോ? അവനും ആരെയും കട്ടെടുത്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല എന്നാണ് അതൊരു വാർത്തയിൽ അങ്ങനെയാണ് പറയണത്. പക്ഷേ ശരിക്കും അതൊന്നും അല്ല, തെറ്റിദ്ധരിച്ചിട്ടാണെന്നാണ് അതിൽ വാർത്തയിൽ കണ്ടത്. ശരിക്കും തെറ്റിദ്ധാരണയാണെങ്കിൽ നീ ബംഗ്ലാദേശിയാണോടാന്ന് ചോദിക്കുന്നത്. അതെ ഞാൻ പറഞ്ഞത്. അതെ. അപ്പോൾ അവിടെ അയാൾ പറയണുണ്ട്, എൻ്റെ സഹോദരി ഇവിടെയാണ് താമസിക്കുന്നത്, അവരെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം മിക്കവാറും അവൻ്റെ സഹോദരിയും ഭർത്താവും ഒക്കെ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടാവാം. അവനും ആ ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നാട് വിട്ട് പോകുന്നതായിരിക്കും. കാരണം കുട്ടികളുണ്ടാവാം, കുടുംബം ഉണ്ടാവാം. നമുക്കറിയില്ല, യു-പിയിലും ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ 10-12 അംഗങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങൾ അവരെങ്ങനെയാണ് അവിടെ കഴിയുന്നത്. ഇട്ട ബനിയൻ നമ്മളിപ്പോൾ യാത്രേൻ്റെ ഇടയിൽ കാണും, ഇട്ട ബനിയൻ ഊരാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ബനിയൻ്റെ അടയാളം അത് നമ്മൾ നേരിട്ട് കണ്ടത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതല്ലാതെ വേറെ എല്ലാ ഡ്രസ്സില്ല. അപ്പോൾ ഈ വെയിലത്ത് പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെയിലിൻ്റെ തട്ടാത്ത ഭാഗം
അവിടെ കുറച്ച് വെളുത്ത് കളറുള്ളതായിട്ട് വെളുത്തതായിട്ട് കാണുന്നു. ബാക്കിയുള്ള ഭാഗമൊക്കെ കരുവാളിച്ചിട്ടുണ്ട് സൂര്യ. അപ്പോൾ അങ്ങനെയുള്ള വാപ്പയോ അച്ഛനെയോ അമ്മയോ ഒക്കെ പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ പാവാണത് ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ അവൻ കട്ടെടുത്തത് കാണണം, എന്നിട്ട് ചോദിക്കുന്ന ചോദ്യവും അടിക്കണ അടിയും. ഇത് ആൾക്കൂട്ട ഭീകരത, ആൾക്കൂട്ട അക്രമം അത് അനുഭവിച്ചവൻ അറിയാം അതിൻ്റെ പ്രയാസം. ഞാനത് നേരിട്ട് അനുഭവിച്ചവനാണ്. കാരണം 4 ആൾ 5 ആൾ കൂടിയാണ് തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ രൂപം വളരെ ഭ്രാന്തമായിട്ടുള്ള ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹത്തിന് നമ്മൾ സംസാര ഭാഷ അറിയില്ല. ഇവരെന്താ ചോദിക്കണം അതും അയാൾക്കും അറിയണില്ല. കാരണം അത്ര നല്ല ഉറുദു ഹിന്ദിയും നല്ല ഇവർ ചോദിക്കണതും, മനസ്സിലായല്ലോ. അപ്പം ഇവരെന്താണ് ചോദിക്കണത്, എന്തിനാണ് ചോദിക്കണമെന്ന് അറിയാതെ ഈ പാവം കിടന്നാണ്ട് ഉത്തരം പറയണ്ട അവിടെ ഇരുന്നിട്ട്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അത്തരം ഒരു സാഹചര്യമുള്ള നാടുകളിലൂടെ കറങ്ങുകയും അതോടൊപ്പം അങ്ങനെ 1-2 പ്രാവശ്യം ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോവുകയും ചെയ്തതിൻ്റെ അനുഭവം ഉണ്ടായതുകൊണ്ട് എനിക്ക് ശരിക്കും അത് അങ്ങോട്ട് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് അയാളുടെ ആ ഒരു മാനസികാവസ്ഥ, അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ശരിക്കും. കാരണം അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കല്ല് നോക്കി അടിക്കുക എന്നൊക്കെ തിരുവനന്തപുരത്തുകാർ പറയും. അപ്പോൾ ആ അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ബോധം പോവുകയാണ് മനുഷ്യൻ്റെ. കാരണം വേറൊരാളുടെ സഹായം ചോദിക്കാനല്ല, എന്തായാലും പെട്ടുപോയി എന്ന് പറയണം. പിന്നെ അയാളുടെ മനസ്സിൽ വന്ന ആലോചനകൾ എന്തൊക്കെയായിരിക്കും ആലോചിക്കുക. മക്കളെക്കുറിച്ചോ, കുടുംബത്തെക്കുറിച്ചോ, നാടിനെക്കുറിച്ചോ, തിരിച്ചു പോകലിനെക്കുറിച്ചോ, ഒരു 10 പൈസ കിട്ടുന്നതിനെക്കുറിച്ചോ എല്ലാം പാവം ആലോചിച്ചിട്ടുണ്ടാവും. അടിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് UP-യിലല്ല, ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മിക്കവാറും UP-യിലെ ഭീകരതയും അതുപോലെ തന്നെ ബീഹാറിലെ അവസ്ഥകളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് അവിടെ വെസ്റ്റ് ബംഗാളിലൊന്നും അല്ല. നമ്മുടെ മലയാളികളെന്ന്, അഥവാ ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും സംസ്കാരവും അതുപോലെ തന്നെ മാതൃകയും ഒക്കെ ആകാൻ അഹങ്കാരമുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലാണ് നടന്നിട്ടുള്ളത്, അതും പാലക്കാട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ ഒരു സമയത്ത് അത്തരം സമകാലിക വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഇനി അടുത്ത അവിടെ വരും എന്താ അറിയങ്ങൾ, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ നേതാക്കന്മാർ ഈ അടിച്ച് പരിക്കേൽപ്പിച്ച ആളുകളെ പതുക്കെ സംരക്ഷിക്കാനുള്ള പണിയെ നോക്കുള്ളൂ. അവിടെ നമുക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാൻ, ഏതവനാണെങ്കിലും കറക്റ്റ് അതിൻ്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കുവോളും അതിനൊരു ടീം അവിടെ ഉണ്ടാവണം. ഇൻക്വസ്റ്റ് നടത്തിയ ഡോക്ടർമാർ പറയുന്നത് അടി കിട്ടാത്തൊരു സ്ഥലവും ഇല്ലാത്ത ആ ശരീരത്തിലില്ല എന്നാണ്. എന്താണ് നിങ്ങൾ പച്ചക്ക് നമുക്ക് ടൈം അവസാനിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരുപാട്, കാരണം അടി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണത്തിനാണെങ്കിൽ പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ അടിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ പൈസ ഞാൻ പോക്കി, നിങ്ങളെ ആരെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നതിൻ്റെ പേരിൽ എനിക്കൊരു അടി കിട്ടുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ഉണ്ടോ. ഇത് പച്ചക്ക് വെറുതെ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുക.